കർണാടകയിൽ ആൾക്കൂട്ടാക്രമണത്തിൽ യുവാവിനെ തീവ്ര ഹിന്ദുത്വവാദികൾ കൊലപ്പെടുത്തി. മരിച്ചത് മലയാളിയാണെന്ന് സംശയം. സംഭവത്തിൽ കുടുപ്പുവിലെ തീവ്ര ഹിന്ദു ക്ലബ്ബായ സാമ്രാട്ട് ഗൈസിലെ 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിജു കണ്ണനുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജു, ഗുരുതരമായ കുറ്റകൃത്യമാണ് മോബ് ലിഞ്ചിങ്ങിൽ ആൾക്കൂട്ടാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അത് മലയാളിയാണോ എന്ന തരത്തിലേക്ക് കൂടി സംശയമെത്തുന്നു. എന്താണ് ഈ സംഭവം, എപ്പോഴാണ് ഉണ്ടായത്? ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് സംഭവം. കുടുപ്പു ഭദ്ര കല്ലൂട്ടി ക്ഷേത്രത്തിന് സമീപത്താണ് യുവാവ് ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിനിരയായത്. മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന ഒരു സംഘമാണ് അവിടെ ഉണ്ടായിരുന്ന യുവാവിനെ ആക്രമിച്ചത്. സംഘത്തിൽ ഒരാളായ ഓട്ടോ ഡ്രൈവർ സച്ചിൻ ഇയാളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന മറ്റുള്ളവരും സ്ഥലത്തെത്തി. കൂടുതൽ പേർ സ്ഥലത്തെത്തിയ ശേഷം ബാറ്റും വടികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. ഈ സമയം നാട്ടുകാർ ഇത് കണ്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ മർദ്ദനം തുടർന്നു എന്ന ഒരു വിവരമാണ് ലഭിക്കുന്നത്. അവസാനം ഇയാൾ കുഴഞ്ഞു വീണതോടെ ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെയാണ് പോലീസിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത്. സ്ഥലത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് കൈമാറിയത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് യുവാവ് മർദ്ദനമേറ്റതാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായത്. ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതും മരണകാരണമായി. തുടർന്ന് CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ഡാറ്റയും ശേഖരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 25ലധികം പ്രതികളുള്ളതായി കണ്ടെത്തിയത്. കുടുപ്പുവിലെ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബ് സാമ്രാട്ട് കേസിലെ 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെട്ട യുവാവ് മലയാളിയാണെന്ന ഒരു വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നു. ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വയനാട് സ്വദേശിയായ മാനസിക അസ്വാസ്ഥ്യമുള്ള യുവാവാണെന്നാണ് വിവരം. സംശയങ്ങളുടെ കുടുംബത്തെ പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കൾ മംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇവർ സ്ഥലത്തെത്തി തിരിച്ചറിഞ്ഞാൽ മാത്രമേ മലയാളിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. അതേസമയം തന്നെ യുവാവിനെ തല്ലിക്കുന്ന ആളുകൾക്ക് BJPയുമായും ബജ്രംഗ് ദളുമായും ബന്ധമുണ്ടെന്ന് CPIM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി മുനീർ കാട്ടിപ്പള്ള പറഞ്ഞു. പ്രതികളെ രക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമം നടന്നു. സംഘപരിവാരും പോലീസും ചേർന്ന് യുവാവിനെ തല്ലിക്കുന്ന ശേഷം വ്യാജ കഥകൾ പറഞ്ഞുകൊണ്ട് യുവാവിനെ ദേശവിരുദ്ധനാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ് ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ CPIM രംഗത്തെത്തിയിരിക്കുന്നത്. യുവാവിനെ തല്ലിക്കൊന്ന ശേഷം ദേശവിരുദ്ധനാക്കാനുള്ള ശ്രമം നടക്കുന്നു, വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ BJPയും ബജ്രംഗ് ദളുമായും ബന്ധമുള്ള ആളുകളാണ് അറസ്റ്റിലായ പ്രതികൾ എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി മുനീർ കാട്ടിപ്പള്ള അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംശയിക്കുന്ന യുവാവിന്റെ വീട്ടിലേക്ക് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ ഇപ്പോൾ മംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. പ്രാദേശിക ക്രിക്കറ്റ് മത്സരം നടക്കുന്നതിനിടെയാണ് ഈ സംഭവം എന്ന ചില വിവരങ്ങളുണ്ട്. ഒപ്പം ഈ പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വിദ്വേഷം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലുകളിലേക്കാണോ പോകുന്നത്? അങ്ങനെ ഒരു പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഈ യുവാവിന്റെ കൊലപാതകത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അക്കാര്യം സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ശക്തമായ ആരോപണം BJPക്കും ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും നേരെ ഉയരുന്നത്. ഇവരുമായി അടുത്ത ബന്ധമുള്ള തീവ്ര ഹിന്ദുത്വ ക്ലബ്ബായ സാമ്രാട്ട് കേസിലെ 15 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ക്രിക്കറ്റ് മത്സരം നടക്കുകയായിരുന്നു. അതിന്റെ സമീപത്താണ് യുവാവ് മർദ്ദനമേറ്റത്. സമീപത്ത് വെച്ചാണ് യുവാവിന് മർദ്ദനമേറ്റത്. ഈ യുവാവ് മാനസിക അസ്വാസ്ഥ്യമുള്ളയാളാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ആദ്യം ഒരാൾ മർദ്ദിക്കുകയും പിന്നീട് ആദ്യം ഇയാൾ സ്ഥലത്തെത്തിയ ഒരാൾ വാക്തർക്കത്തിൽ ഏർപ്പെട്ട ശേഷം മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് നിരവധി പേർ എത്തിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം CPIM ഉന്നയിക്കുന്നത് ഈ സ്ഥലത്തെ കൗൺസിലർ സംഗീത നായിക്കിന്റെ ഭർത്താവ് മുൻ BJP കൗൺസിലറുമായ രവീന്ദ്ര നായിക് എന്ന ഒരാൾക്ക് കൂടി ആക്രമണത്തിൽ ബന്ധമുണ്ട് എന്നുൾപ്പെടെയുള്ള ആരോപണമാണ് CPIM നിലവിൽ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബായ സാമ്രാട്ട് കേസില് എല്ലാവരും തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുകയും BJP ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയെന്ന ഒരു ആരോപണവും ഉയരുന്നു. ഈ ആക്രമണത്തിന് ശേഷം യുവാവിന്റെ ഒരു മൃതദേഹം ഇവിടെ കണ്ടെത്തി എന്ന തരത്തിൽ പോലീസിൽ വിവരമറിയിച്ചത് പ്രതികളിൽ ഒരാളാണ് എന്ന തരത്തിലുള്ള ഒരു വിവരം കൂടി ലഭ്യമാകുന്നു. ഇക്കാര്യമെല്ലാം തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്.
പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. സ്വാഭാവിക മരണം എന്ന രീതിയിലാണ് ആദ്യം കൈകാര്യം ചെയ്തത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മർദ്ദനമേറ്റാണ് മരണം എന്ന കാര്യത്തിൽ വ്യക്തത വന്നത്. ആന്തരിക രക്തസ്രാവം മരണത്തിന് കാരണമായി. മർദ്ദനമേറ്റ യുവാവിന് മതിയായ ചികിത്സ ലഭിച്ചില്ല, ആരും ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നതും മരണകാരണമായി എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നതല്ല. ശരി, ഈ 15 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവരെ ചോദ്യം ചെയ്യുകയാണോ? അവരിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ മൊബൈൽ ടവർ ഡാറ്റ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് 25ഓളം പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 15 പേരെയാണ്. ഇവരിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ച് വരികയാണ്. മറ്റ് 10 പേർ കൂടി ഇതിന്റെ ഭാഗമാണ് എന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇവരെക്കുറിച്ചുള്ള സൂചനകൾ കൃത്യമായി ലഭിച്ചിട്ടില്ല. നേരത്തെ കൗൺസിലറായിരുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപണമായി ഉയർന്നു വരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ എല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ പ്രതികളെ സഹായിക്കുന്ന തരത്തിലുള്ള ആരോപണവും അടക്കം ഉയർന്നു വരുന്നുണ്ടല്ലോ. ശരി, കർണാടകയിലാണ് ഈ സംഭവം. ആൾക്കൂട്ടാക്രമണത്തിൽ ഒരു യുവാവിനെ തീവ്ര ഹിന്ദുത്വവാദികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചത് മലയാളിയാണ് എന്ന സംശയമുണ്ട്. ഈ യുവാവിന്റെ ബന്ധുക്കൾ അങ്ങോട്ടേക്ക് പോകുന്നു. മൃതദേഹം തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയൂ എന്ന വിവരങ്ങളാണുള്ളത്. സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്.